റോഡി കെ ബേബി വസ്തുതയ്ക്ക് നിരക്കുന്നത് അതിപ്പോൾ പക്ഷേ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് സർക്കാരായാലും നല്ലത് ചെയ്താൽ ആ നേട്ടത്തിന് നേട്ടമായി തന്നെ പറയുന്നത് ഒരു ശരികേടാണ് എന്നുള്ളത് വീണ്ടും ചർച്ചയാകുമ്പോൾ അതിലേക്ക് തന്നെയാണ് നമ്മൾ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അത് തന്നെയാണ് ചോദിക്കുന്നത്. കേരളത്തിന്റെ നേട്ടം കുറച്ച് പറയണോ എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഈ വിഷയം വിവാദമാക്കി വളർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ല. ശശി തരൂര് ഒരു ലേഖനം എഴുതി, അതിനെ ഇവിടുത്തെ CPM-ഉം CPM-ന്റെ നേതാക്കളും ഒക്കെ വലിയ സംഭവമായി. അവർക്ക് മുങ്ങാൻ പോകുന്നതിന് കിട്ടിയ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് പോലെ എല്ലാ പ്രതിസന്ധികളിലും വട്ടം ചുറ്റി നിന്നിരുന്ന അവർക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിരുന്നു ശശി തരൂരിന്റെ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഞങ്ങൾ തിരിച്ച് CPM-നോട് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു. അവർ ഇതേവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഈ ലേഖനം എഴുതിയ ആ ദിവസം പിറ്റേ ദിവസം തന്നെ ശനിയാഴ്ച ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അമേരിക്കയിൽ നടത്തിയ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാത്ത, ഈവൻ BJP-യുടെ നേതാക്കൾ പോലും അവകാശപ്പെടാത്ത, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പ്രിന്റു മഹാദേവ് പോലും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നു ശശി തരൂർ പറഞ്ഞത്? അവിടെ ഇന്ത്യക്കാരെ ഇങ്ങനെ ബന്ദികളാക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെതിരെ ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇൻഡോർ മീറ്റിംഗിൽ അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തിയ ഇൻഡോർ മീറ്റിംഗിൽ ഒരുപക്ഷെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടാവാം. എവിടെ നിന്നാണ് ശശി തരൂരിന് ആ വിവരം കിട്ടിയത് എന്ന് ഞങ്ങൾക്കറിയില്ല. അതിനെതിരെ ശക്തമായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ചോദിച്ചു CPM-നോട്, നിങ്ങൾ ഒരു വശത്തോടെ ശശി തരൂർ എഴുതിയ ലേഖനത്തെ നിങ്ങൾ വല്ലാണ്ട് അങ്ങ് പിന്നെ പുകഴ്ത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ എന്താ അത് കേട്ട് ഇവിടെ നിശബ്ദനായിട്ടിരിക്കണോ? അതിലെ കണക്കുകളുടെ പൊള്ളത്തരങ്ങൾ. അതുകൊണ്ടാണല്ലോ പിറ്റേ ദിവസം തന്നെ ശശി തരൂരിന് അതിനൊരു വിശദീകരണമായിട്ട് രംഗത്ത് വരേണ്ടി വന്നത്. അദ്ദേഹം പിറ്റേ ദിവസം എന്താ പറഞ്ഞത്? ഈ സ്റ്റാർട്ടപ്പ് മിഷനുകൾ മുഴുവൻ ആരംഭിച്ചത് ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അദ്ദേഹമാണ് ഇതിന് വലിയ പ്രോത്സാഹനം നൽകിയത്. അദ്ദേഹത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ സ്വാഭാവികമായിട്ട് അതിനെ വളർത്തിക്കൊണ്ടു പോവുകയാണ്. അദ്ദേഹം വെള്ളിയാഴ്ച എഴുതിയ ലേഖനത്തിലെ പല കാര്യങ്ങളും ശനിയാഴ്ച വന്നപ്പോഴത്തേക്ക് അദ്ദേഹം നിഷേധിച്ചു. അദ്ദേഹം ശനിയാഴ്ച പറഞ്ഞപ്പോൾ അതിനകത്ത് 3 ലക്ഷത്തിന്റെ കണക്കില്ല. ആകെയുള്ളത് ഈ സ്റ്റാർട്ടപ്പുകളുടെ കണക്കുകൾ മാത്രമേ ശശി തരൂരിന്റെ ശനിയാഴ്ച വന്ന വിശദീകരണ കുറിപ്പിനകത്തുള്ളൂ. അതിൽ പോലും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരവുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഇന്റർനാഷണൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം അതിനെ കണക്കുകൾ വെച്ചാണ് അത്രേ ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെന്ന് പറയുന്നത് ഡിനോം എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഏജൻസി തയ്യാറാക്കുന്ന ഇന്റർനാഷണൽ റേറ്റിംഗ് ആണ്. അതിനൊരു ഔദ്യോഗിക സ്വഭാവമില്ല. ഈ ജിനോം എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഏജൻസി അങ്ങനെ ഒരു റേറ്റിംഗ് തയ്യാറാക്കുന്ന വിവിധ സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് വെച്ചുകൊണ്ടാണ്. അവിടെ ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങളതൊന്നും നിഷേധിച്ചിട്ടില്ല. 2014 കൊണ്ട് ഈ 2024 ശേഷം ഒറ്റ വർഷം കൊണ്ട് കേരളത്തിൽ 1283 സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ 4993. അതിൽ 2024 മാത്രം പുതുതായി വന്നത് 1283. അതിനെയാണ് ഈ 250% വളർച്ച. കേരളം എന്തോ വലിയ സംഭവം. ഇന്ന് നിങ്ങൾക്കറിയാമോ 2500 കോടി രൂപ മാത്രമേ സ്റ്റാർട്ടപ്പുകളിൽ നിന്നും കേരളത്തിലേക്ക് വന്നിട്ടുള്ളൂ. അതേസമയം തെലങ്കാന പോലെ, കർണാടക പോലെ, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ലക്ഷക്കണക്കിന് കോടി രൂപ മുന്നോട്ട് പോയിരിക്കുക. അവിടെയാണ് ഞങ്ങളുടെ ഇതൊക്കെ കൃത്യമായി കണക്കുണ്ടെന്നേ. ബാംഗ്ലൂര് $159 ബില്യൺ, ഡൽഹി $113 ബില്യൺ, മുംബൈ $73 ബില്യൺ, തെലങ്കാന 8.3 ബില്യൺ, കേരളം 1.7 ബില്യൺ. ഞങ്ങൾ കൃത്യമായി ഇതെല്ലാം കണക്കുണ്ടെന്നേ. അല്ല, ഞങ്ങൾ അന്തരീക്ഷത്തിൽ ഞങ്ങൾ വിമർശിക്കുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളല്ല ശശി തരൂരിനെതിരെ വിമർശനമായി വന്നത്. ശശി തരൂരിനെ ഒരു ആയുധമായി ഉപയോഗിക്കാൻ വേണ്ടി, ഒരു കച്ചിത്തരുമ്പായി ഉപയോഗിക്കാൻ വേണ്ടി CPM പ്രചരണം ഇവിടെ അഴിച്ചുവിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ശശി തരൂർ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെന്താ ശശി തരൂർ പറയുന്നതിനെ ഞങ്ങൾ കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കണമോ? അദ്ദേഹം ഈ പറയുന്ന B രാജീവിനെ കണക്കുകൾ മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം അതിനകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം ഭാഗികമായി അംഗീകരിച്ചു. അതുകൊണ്ട് പിറ്റേ ദിവസം വന്ന അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം ഈ 3 ലക്ഷത്തിന് എല്ലാം കണക്ക് വിട്ടിട്ട് അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിന് വരെ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയതെന്നും സ്റ്റാർട്ടപ്പുകൾ വന്നതെന്നും അത് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും ആ ലേഖനത്തെ കുറിച്ച് നമ്മൾ ഇപ്പോഴും സത്യസന്ധമായി വിശകലനം ചെയ്യണമെന്നേ. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ലേഖനം വായിക്കണം. ആ ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നറിയോ? ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ കേരളത്തിൽ വ്യവസായികൾ ആത്മഹത്യ ചെയ്യുകയാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു CPM അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വീണ്ടും ഈ ചുവപ്പ് കൊടിയും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. കൃത്യമായ വിമർശനങ്ങൾ അദ്ദേഹം ആ ലേഖനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലേഖനത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് CPM നടത്തുന്ന ഒരു പ്രചരണ വേലയ്ക്ക് ഏതൊക്കെയാലും കൈകൊട്ടുവാൻ
ഇവിടുത്തെ കോൺഗ്രസ് തയ്യാറല്ല. അതിന്റെ അകത്ത് പൊള്ളത്തരമുണ്ടെങ്കിൽ, ഊതിപ്പെരിപ്പിച്ച കണക്കുകളുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ, അത് ഏത് കോൺഗ്രസ് നേതാവായാലും, അതിപ്പോ അഖിലേന്ത്യ ഈ പറയുന്ന വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗമാണെങ്കിലും അദ്ദേഹം പാർട്ടി ചട്ടക്കൂടിനകത്ത് തന്നെ ഉള്ളതാണ്, പാർട്ടി സംവിധാനത്തിനകത്തുള്ളതാണ്. വിശ്വഭവനും ആണെങ്കിലും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീഴ്ച വന്നാൽ, ഒരു തെറ്റ് വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കുണ്ട്. കാരണം ഈ നവകേരളത്തിനെതിരെയൊക്കെ ഈ തെരുവിൽ കിടന്ന് നവകേരളം എന്ന് പറഞ്ഞുകൊണ്ട് ദൂർത്തടിച്ചിവിടെ യാത്ര നടത്തുമ്പോൾ അതിനെതിരെ തെരുവിൽ കിടന്ന് പ്രതിഷേധിക്കുന്നതും തല്ലുകൊള്ളുന്നതും ഞങ്ങൾ കോൺഗ്രസ്സുകാരാ, യൂത്ത് കോൺഗ്രസ്സുകാരാ, രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുക ചെയ്യുന്നത് അവരുടെയൊക്കെ തലതല്ലി പൊട്ടിക്കുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയത്തിന് വിരുദ്ധമായി ഒരു പരാമർശം ഉണ്ടായാൽ അത് തെറ്റാണെങ്കിൽ തെറ്റാണ്, അത് ഏത് തമ്പുരാനാണെങ്കിലും അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം വ്യക്തമാണ്.